നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം ഇപ്പോൾ 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പെൻഷൻ വിതരണങ്ങളിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇത്രയും കാലം നമ്മുടെ കൈകളിൽ ലഭിച്ചിരുന്ന പെൻഷൻ ഇനി ബാങ്ക് അക്കൗണ്ടുകളിൽ മാത്രമായിരിക്കും ലഭിക്കുക. സർക്കാർ പറയുന്ന ബാങ്കുകളിൽ പെൻഷൻ അക്കൗണ്ടിലെ ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഏതെല്ലാമാണ് ആ ബാങ്കുകൾ? അതുപോലെ തന്നെ ഇപ്പോൾ കൈകളിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് നമ്പർ എങ്ങനെ കൊടുക്കാം, അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് മറ്റു കാര്യങ്ങളും ശരിയാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഏകദേശം പെൻഷൻ ലഭിക്കുന്ന 10% ആളുകൾക്ക് പണം നേരിട്ട് കൈകളിലായിരുന്നു എത്തിയിരുന്നത്. അതിന് സർക്കാർ നിയോഗിച്ച ഏജൻസിയായിരുന്നു നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ. നമ്മുടെ നാടുകളിലുള്ള ഓരോ സർവീസ് സഹകരണ ബാങ്കുകളിലെ ഉദ്യോഗസ്ഥരും നമ്മുടെ വീടുകളിൽ വന്ന് നമുക്ക് പണം ലഭിക്കുകയും അവർ നൽകുന്ന സ്ലിപ്പുകൾ നമ്മൾ തമ്പോ അതല്ലെങ്കിൽ ഒപ്പിട്ടെടുത്തതിന് ശേഷം അവർ നമുക്ക് പണം നൽകുന്ന രീതിയിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ സർവീസ് സഹകരണ ബാങ്കുകൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല സമയങ്ങളിലും ഇതിനുണ്ടായിരുന്നു. ഏൽപ്പിച്ച പണം കൃത്യസമയത്ത് നൽകാതിരിക്കുക, നൽകിയ കാര്യം പഞ്ചായത്തിനെ അറിയിക്കാതിരിക്കുക, അതുപോലെ തന്നെ പണം നൽകിയെന്ന് അറിയിക്കുക എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു വിധത്തിലുണ്ടായിരുന്നു. അതിനെല്ലാം തടയിടാനാണ് സർക്കാർ പുതിയൊരു സംവിധാനമായി വരുന്നത്. ഇനി ബാങ്കുകളിലൂടെ പണം മാത്രമായിരിക്കും പണം വരിക. ഇപ്പോൾ പണം കൈകളിൽ വരുന്ന എല്ലാ ആളുകളും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകേണ്ടി വരും. അതിനൊരു പോർട്ടൽ സർക്കാർ സജീവമാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പക്ഷേ അതിപ്പോൾ തുടങ്ങിയിട്ടില്ല. വരും ദിവസങ്ങൾ മാത്രമായിരിക്കും ഇത് തുടങ്ങുക. അങ്ങനെ തുടങ്ങുന്ന മുറയ്ക്ക് നിങ്ങളുടെ പെൻഷൻ ഐഡിയോ അതല്ലെങ്കിൽ ആധാർ നമ്പറുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ജനസേവന കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് നമ്പർ നൽകുകയും പിന്നീട് പണം ആ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും വരിക. ഇനി നേരിട്ട് ഒരാൾക്കും പണം വരികയില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം സർവീസ് സഹകരണ ബാങ്കുകളുടെയും പിന്നീടുള്ള മാസങ്ങളിൽ നേരിട്ടുമായിരിക്കും ലഭിക്കുക. ഇക്കാര്യം മറക്കാതെ തന്നെ ചെയ്യണം. നമ്മുടെ ഒരുപാട് പ്രായമുള്ള ആളുകൾ വീടുകളിലുണ്ട്. നേരിട്ട് ബാങ്കുകളിലും മറ്റും ചെല്ലാൻ സാധിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ ബാങ്കുകളിൽ ATM കാർഡ് ലഭിക്കാത്ത ആളുകൾ, ഇങ്ങനെ എല്ലാ ആളുകളും എന്താണ് ചെയ്യുക എന്ന് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഏതായാലും സർക്കാരിൻ്റെ തീരുമാനം വരുവരെയും നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ മസ്റ്ററിങ് തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി. ഇപ്പോഴും മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകൾ വഴിയും നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാം. മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അവർ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂല്യം നൽകാത്ത ആളുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ